السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الله رب محمد صلى عليه وسلم. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وسائر الماضين والمحبين والعاشقين وأسلافهم وأخلافهم وجميع المؤمنين. بسم الله الرحمن الرحيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. صدق الله العظيم. وقال الله سبحانه وتعالى: لقد كان لكم في رسول الله أسوة حسنة. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: وأنا أول شافع مشفع. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റബീഉൽ അവ്വൽ ഷരീഫിൻ്റെ 5-ാം ദിനം സീറത്തുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്ത് മുബാറക്ക. ആദ്യമായി പറയാനുള്ളത്, ഇന്ന് പലരും സീറത്തുൽ മുസ്തഫ, സീറത്തുൽ റസൂൽ കോൺഫറൻസ് നടത്താറുണ്ട്. അതേ സ്ഥാനത്ത് അതിൽ പലർക്കും സീറത്തുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കോൺഫറൻസ് നടത്താൻ താല്പര്യം ഉണ്ടാവും. അതേ സ്ഥാനത്ത് മീലാദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലാദത്ത് മുബാറക്ക എന്ന ആ പുണ്യപേരിൽ പലർക്കും അലർജി ആയിരിക്കും. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അയിമ്മത്ത് അവർ സീറത്തുൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്തിലും അതുപോലെ മീലാദുൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അവർ ധാരാളം ഗ്രന്ഥരചനകൾ നടത്തുകയും മാത്രമല്ല അതിന് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളാണ് മഹത്തുക്കളായ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ. സീറത്തുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ, സീറത്ത് എന്ന പദം അറബി ഗ്രാമർ അനുസരിച്ച് ഭാഷാ അർത്ഥമായി ചിന്തിക്കുമ്പോൾ സാറ യസീറു സൈറൻ, അങ്ങനെ വന്ന് മസീറൻ. അതിൻ്റെ ഒരു ഭാഷാർത്ഥമാണ് ത്വരീഖ്, സബീല്, വഴി, അതുപോലെ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ പറയുക. അതിനാണ് സീറത്ത് എന്ന് പറയാം. എന്നാൽ സീറത്ത് സാങ്കേതികമായി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം, അവിടുത്തെ ഗസ്വാത്തിൻ്റെ അവസ്ഥകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുക. അതാണ് സീറത്ത് എന്ന് പറയുന്നത്. സീറത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹത്തുക്കൾ എഴുതി. സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് തന്നെ ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ ഒരു ഭാഗത്ത് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ താബീങ്ങളുടെ കാലത്തിൽ തന്നെ സീറത്തുൻ നബവിയുടെ മുസന്നിഫീങ്ങളുടെ ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിന് വേണ്ടി തയ്യാറെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ സബ്ജക്റ്റിലും പ്രത്യേക ശ്രദ്ധ തിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ ഗസവാത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ദർസുകൾ നിലനിർത്തുകയും ആസിം ഇബ്നു ഉമർ ഇബ്നു ഖത്താദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ ഫന്നിൽ സീറത്തുൽ മുസ്തഫ, സീറത്തുൻ നബവിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ വലിയൊരു പാണ്ഡിത്യവും വലിയൊരു അഗ്രഗണ്യനായിരുന്നു ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു. ആസിമുൽ അൻസാരി തങ്ങൾ ആ മഹാനവറുകളോട് ജാമിയ മസ്ജിദ് ദിമഷ്കിൽ വെച്ചിട്ട് ജനങ്ങൾക്ക് മഹാസി ദർസ് നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പ്രേരിപ്പിക്കുകയും
മാത്രമല്ല അക്കാലത്ത് താബീങ്ങളെ കൂട്ടത്തിൽ വലിയ ഒരു പാണ്ഡിത്യമുള്ള ഇമാം സുഹരി റഹ്മത്തുള്ളാഹിയെ പോലത്തെ മഹാനവറുകളുമുണ്ട്. ഹദീസിലും ഫിഖ്ഹിലും വലിയ കഴിവാണ്. ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ മശായിഖിൽപ്പെട്ട വ്യക്തിത്വമാണ്. ഇമാം സുഹരി തങ്ങൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ പ്രേരണ കൊണ്ട് കിതാബുൽ മഗാസി എഴുതുകയാണ്. ഏതായാലും സീറത്തും മഗാസിയുടെ വല്ലാത്തൊരു ആഗ്രഹം അത് മുഖേന അവിടെ തലാമീദിനിക്കും മറ്റും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല സീറത്തുൽ മുസ്തഫ സീറത്തുൽ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട ഒരുപാട് ഇമാമിയങ്ങൾ ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. ഉർവത്ത് ഇബ്നു സുബൈർ താബിഈ, അതുപോലെ ശഅബി ഇമാമ്, വഹബ് ഇബ്നു മുനബ്ബിഹ് തങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സുഹരി ഇമാം അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് സീറത്തുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മൂസ ഇബ്നു ഉഖ്ബ സ്വാഹിബുൽ മഗാസി, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സ്വാഹിബുൽ മഗാസി, മുഹമ്മദ് ഇബ്നു ഉമർ വാഖിദി സ്വാഹിബുൽ മഗാസി, അങ്ങനെ ഒരുപാട് മഹാന്മാർ, സിയാവുസിത്തയുടെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുടെ മഹാന്മാർ. മാത്രമല്ല അബ്ദുറഹ്മാൻ സുഹൈലി റൗദുൽ അൻഫ്, അബ്ദുറഹ്മാനുൽ ജൗസി, ഷറഫുൽ മുസ്തഫ, ഷറഫുദ്ദീൻ ദിമിയാത്തി, സീറത്തു ദിമിയാത്തി, ഇബ്നു സയ്യിദിന്നാസ് അൽ ബസുരി, ഉയൂബുൽ അസർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മഹാന്മാർ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി സംഹൂദി തങ്ങൾ വഫാ ഉൽ വഫാ, മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി അസീറത്തു ഷാമിയ, അതായത് സുബുലുൽ ഹുദാ വർ റഷാദ് ഫി സീറത്തി ഖൈറുൽ ഇബാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ ഗ്രന്ഥം. അതുപോലെ അലി ഇബ്നു ബുർഹാനുദ്ദീൻ ഹൽബി സീറത്തുൽ ഹൽബിയ, അതുപോലെ അഹമ്മദ് ഖസ്വലാനി റഹിമഹുമുല്ലാ മവാഹിബുൽ ലദുനിയ, അബ്ദുൽ ഹഖ് ദഹലവി തങ്ങളുടെ മദാരിജ് നുബുവത്ത്, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ സീറത്തുമായി ബന്ധപ്പെട്ടത് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. സീറത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് ആദ്യം അറബ് രാജ്യത്തിൻ്റെ ആ മാപ്പിനെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ, അതുപോലെ അറബിലെ പഴയ ചരിത്രങ്ങൾ, പണ്ടത്തെ ചരിത്രപരമായ വിഷയങ്ങളും, അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറുമായി ബന്ധപ്പെട്ട ബർക്കത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ നൂറാണല്ലോ. ആ നൂറുമായി ബന്ധപ്പെട്ട നൂറിൻ്റെ ബർക്കത്തുകളാണ് സീറത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നസബിനെ സംബന്ധിച്ച്, അവിടുത്തെ വിലാദത്തു ഷരീഫ മുതൽ ബിഇസത്തു ഷരീഫ ഉള്ള അവസ്ഥകളെ സംബന്ധിച്ച്, മാത്രമല്ല ബിഇസത്ത് ഷരീഫ മുതൽ ഹിജ്റത്ത് മുബാറക്കയുള്ള ആ അവസ്ഥകളും, അതുപോലെ ഹിജ്റത്ത് മുതൽ പ്രത്യക്ഷമായ ഹയാത്ത് കാലത്തിൻ്റെ അവസാനം വരെയുള്ള മുഴുവൻ അവസ്ഥകളിൽ പ്രധാനപ്പെട്ട അവസ്ഥകളൊക്കെ ചർച്ച ചെയ്യുന്ന സീറത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. മാത്രമല്ല ഈ പ്രത്യക്ഷമായ ഹയാത്തിൽ നിന്ന് മറ്റൊരു ഹയാത്തിലേക്ക് നീങ്ങിപ്പോകുമ്പോൾ ആ അവസാന സമയം, അതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുലിയത്ത് മുബാറക്ക്, അവിടുത്തെ അഗ്ലാഉ ഷരീഫയുടെ ബർക്കത്തുകളും അതിൻ്റെ പുണ്യങ്ങളും എത്രമാത്രം ഉണ്ടായിരുന്നു, അതിൻ്റെ അവസ്ഥകളൊക്കെ വിശദമായി പറഞ്ഞു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വണ്ണമായ സ്വഭാവവുമായി ബന്ധപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളുമായി ബന്ധപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളും അവിടുത്തെ പ്രത്യേകതകളും, മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്വാജുൽ മുത്തഹറാത്തായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹുന്ന, അതുപോലെ ഔലാദു ദുറിയാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണങ്ങളും, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തിനിക്ക് എന്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഹുഖൂഖുണ്ട്, ബാധ്യതകളുണ്ട് എന്ന് തുടങ്ങിയ വിഷയങ്ങളും മറ്റു ഗ്രന്ഥങ്ങളിൽ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിയാറത്തുമായി ബന്ധപ്പെട്ട, അതുപോലെ തവസ്സുൽ ഇസ്തിഗാസുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരുപാട് പരാമർശങ്ങളാണ് സീറത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പൊതുവായി മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട അറബി ഗ്രന്ഥങ്ങളിലും ഫാർസി ഗ്രന്ഥങ്ങളിലും അതുപോലെ ഉറുദു ഗ്രന്ഥങ്ങളിലും മറ്റു ഭാഷകളിലുമെല്ലാം സീറത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട സീറത്തു റസൂൽ അറബി എന്ന് പറഞ്ഞ, അതായത് ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് നൂർ ബക്ഷി തവക്കുലി റഹിമഹുല്ലാനെ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റബിയുൽ അവ്വൽ 12 ഈദ് മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരും, അതോടുകൂടെ അന്ന്
ലീവ് പ്രഖ്യാപിക്കാനും വലിയ ഒരു പ്രവർത്തനം പ്രവർത്തിച്ച വ്യക്തിത്വമാണ് അല്ലാമ മുഹമ്മദ് നൂർ ബക്ഷി തവക്കുലി റഹ്മത്തുള്ളാഹി. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. ബുർദത്തു ഷരീഫാക്ക് അറബിയിലും അതുപോലെ ഫാർസിയിലും ഉറുദുവിലുമെല്ലാം ഷറഹുകൾ എഴുതിയ ഒരു മഹാമനുഷ്യയാണ് ബഹുമാനപ്പെട്ട അല്ലാമ നൂർ ബക്ഷി തവക്കുലി റഹ്മത്തുള്ളാഹി. ബർസഞ്ചി മൗലൂദിന് വിശദീകരണം നൽകുകയും അതുപോലെ തദ്കിറത്തു മശായിഖ് നഖ്ശബന്ദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് മിലാദുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് നൂർ ബക്ഷി തവക്കുലി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു ആ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അപ്പോൾ ഏതായാലും സീറത്തുമായി ബന്ധപ്പെട്ട സീറത്തുകൾ എഴുതിയ പല മഹാന്മാർക്കും ഒരുപാട് ബിഷാറത്തുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കൾ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും സീറത്തുകൾ നമ്മൾ പറയുമ്പോൾ, സീറത്ത് മുതാല ചെയ്യുമ്പോൾ, ഇത്ര ഇമാമിങ്ങൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രയാസമുള്ള കാലഘട്ടമായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ച്, പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സബ്ജക്റ്റാണ് അസ്മാ ഉർ റിജാൽ എന്ന് പറയുന്ന സബ്ജക്റ്റ്. സീറത്തുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ അസ്മാ ഉർ റിജാലുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ആളുകളുടെ ചരിത്രമാണ് ഇവിടെ മുന്നോട്ട് വന്നത്. എത്രയോ ആളുകൾ പറഞ്ഞത് കാണാം. സീറത്തുമായി ബന്ധപ്പെട്ട അസ്മാ ഉർ റിജാലുമായി ബന്ധപ്പെട്ട ഈ ഫന്ന് മുഖേന 5 ലക്ഷത്തോളം ആളുകളുടെ അവസ്ഥകൾ അറിയാൻ സാധിച്ചത് അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു സെറ്റപ്പും അതിൻ്റെ ശക്തി വളരെ പ്രധാനമായി തന്നെ ഇസ്ലാമിൻ്റെ ശക്തി ഇതിലൂടെയും വെളിവാകും എന്ന് ഒരുപാട് ആളുകൾ വ്യക്തമായി പറഞ്ഞത് മആരിഫുൽ ഇസ്ലാമിയ 11-ാം വാല്യം 509-ാമത്തെ പേജിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്ത് മുതാല ചെയ്യുമ്പോൾ, അവിടുത്തെ സീറത്ത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ചതുപോലെയല്ല, വളരെ അദബും ബഹുമാനത്തോടു കൂടി ആയിരിക്കണം സീറത്തു റസൂലിന്റെ മുതാല ചെയ്യേണ്ടത്. സീറത്തു റസൂൽ ഓതുമ്പോൾ വലിയ ബഹുമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിത ചരിത്രം സീറത്ത് ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ഇരിക്കുന്ന പോലെ അത്ര അദബും ബഹുമാനം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ്റെ ആ റബ്ബിൻ്റെ മെഹബൂബ് റബ്ബിൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ തങ്ങൾ, ആ തങ്ങളുടെ ഹയാത്തു ത്വയ്യിബയും സീറത്ത് മുഖദ്ദസയും അത് വലിയ മഹത്വമുള്ളതാണ്. അത് വലിയ ഒരു തുല്യതയില്ലാത്ത ചരിത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാനിൻ്റെ കേന്ദ്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മുടെ ഇസ്ലാമിൻ്റെ എല്ലാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിത ചരിത്രം നമുക്ക് ഉസ്വത്തുൻ ഹസനയാണ്. അവിടുത്തെ സീറത്ത് മുബാറക്ക നമുക്ക് ഉസ്വത്തുൻ ഹസനയാണ്. അതുകൊണ്ട് വളരെ അദബും ബഹുമാനത്തോടു കൂടി ആയിരിക്കണം അവിടുത്തെ സീറത്തുകളും അവിടുത്തെ ഹയാത്തു ത്വയ്യിബയും നമ്മൾ പറയേണ്ടതും കേൾക്കേണ്ടതും അതുപോലെ മുതാല ചെയ്യേണ്ടതും എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്. അയിമത്തിത്ര ഗ്രന്ഥങ്ങൾ എഴുതി ഒരു കാലത്ത് അതൊക്കെ സംഘടിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. ഇന്ന് മുതഅല്ലിമീങ്ങൾ അതുപോലെ ഫാരിഖീങ്ങൾക്കെല്ലാം എത്രയെത്ര അവസ്ഥകൾ ഇന്നുള്ള അഹ്ലുൽ ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് എന്തെല്ലാം നിഅമത്തുകളാണ് അള്ളാഹു നൽകിയത്. എല്ലാ ഗ്രന്ഥങ്ങളും ലഭിക്കുന്നുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളുടെ PDF നൽകപ്പെടുന്നുണ്ട്. പക്ഷേ ഇൽമുകൾ പഠിക്കുന്നവർ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇൽമുകൾ ഇങ്ങനെ കുറയുന്നുണ്ട്, ജഹാലത്ത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖിയാമത്തിന്റെ അടയാളം നമുക്ക് വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇൽമു പല സ്ഥലത്തും എത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലും പല വിധത്തിലും എത്തുന്നുണ്ട്, PDF-ലുമുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇൽമു കയറുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഈ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും വേണ്ടപ്പെട്ടവർക്കും ലോകത്ത് അഹ്ലുസുന്നയുടെ മസാജിദ്, മദാരിസ്, മആഹിദിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും നാഫിയായ ഉലൂമ്, ചിന്തശക്തി, ബുദ്ധിശക്തി, ഓർമ്മശക്തി എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സീറത്ത് മുതാല ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബഹുമാനം വേണം. ആ ബഹുമാനത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷിഫാ ഷരീഫ് അഷ്ഷിഫാ ബി തഅരീഫ് ഹുഖൂഖിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 519-ാമത്തെ പേജ്, പഴയ നുസ്ഖയിൽ 2-ാം വാല്യം 33. ഏതായാലും 519-ാമത്തെ പേജിൽ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅലം അന്ന ഹുർമത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി
വതൗഖീറഹു വതഅളീമഹു ലാസിമുൻ കമാ കാന ഫീ ഹാലി ഹയാതിഹി. അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കലും ബഹുമാനിക്കലും അവിടുത്തെ പ്രത്യക്ഷമായ ഹയാത്ത് കാലത്തും അതിൻ്റെ ശേഷമുള്ള ഹയാത്തിലും ആ ആദരവും ബഹുമാനം കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യക്ഷമായ ഹയാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ചതുപോലെ ബഹുമാനിച്ചതുപോലെ ആ പ്രത്യക്ഷമായ ഹയാത്തിന്റെ ശേഷവും ആദരിക്കണം, ബഹുമാനിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയൊക്കെ ബഹുമാനിക്കണമെന്ന് ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശിഫയിൽ പറയാണ്. വദാലിക ഇൻദ ദിക്രിഹി അലൈഹിസ്സലാം വദിക്രി ഹദീസിഹി വസുന്നതിഹി വസമാഇ ഇസ്മിഹി വസീറതിഹി വമുആമലതി ആലിഹി വഇത്രതിഹി വതഅലീമി അഹ്ലി ബൈതിഹി വസ്വഹാബതിഹി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുണ്യനാമം പറയുന്ന സമയത്ത്, അവിടുത്തെ ചരിത്രം പറയുമ്പോൾ, അവിടുത്തെ ഹദീസുകൾ പറയുമ്പോൾ, അവിടുത്തെ സുന്നത്തുകൾ പറയുമ്പോൾ, അവിടുത്തെ പുണ്യ പേര്, അവിടുത്തെ സീറത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, അവിടുത്തെ അഹ്ലു ബൈത്തിനോട് ബന്ധപ്പെട്ട, അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെട്ട, സ്വഹാബത്തുമായി ബന്ധപ്പെട്ട വിഷയം, ആ തഅലീം ബഹുമാനം കാത്തു സൂക്ഷിക്കാൻ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആനിന്റെയും അഹാദീസിന്റെ വെളിച്ചത്തിലാണ് ഷിഫാ ഷരീഫിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് തന്നെ അബൂ ഇബ്രാഹിം ഇസ്ഹാഖ് തുജീബി എന്ന പേരിൽ, അതായത് അബൂ ഇസ്ഹാഖ് ഇബ്രാഹിം തുജീബി റഹിമഹുല്ലാ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വലിയ ഒരു മഹാമനുഷി. ആ മഹാനവരുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഷിഫായിൽ പറയാണ്, വാജിബുൻ അലാ കുല്ലി മുഅ്മിനിൻ ഹത്താ ദക്കറഹു ഔ ദുകിറ ഇൻദഹു അൻ യഖ്ളഅ വയഖ്ശഅ വയതവഖറ വയസ്കുന മിൻ ഹറകതിഹി വയഅഖുദ ഫീ ഹൈബതിഹി വഇജ്ലാലിഹി ബിമാ കാന യഖുദു ബിഹി നഫ്സുഹു ലൗ കാന ബൈന യദൈഹി വയതഅദ്ദബ ബിമാ അദ്ദബനല്ലാഹ്. അതായത് പറയുന്നത്, ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം എങ്ങനെ വേണമെന്ന് ഇസ്ഹാഖ് തുജീബി തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അബൂ ഇബ്രാഹിം ഇസ്ഹാഖ് തുജീബി റഹിമഹുല്ലാഹനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, വാജിബുൻ അലാ കുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനായ മനുഷ്യന്റെ മേൽ നിർബന്ധമാണ്, എല്ലാ മുഅ്മിനായ മനുഷ്യന്റെ മേൽ നിർബന്ധമുണ്ട്. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് വിധത്തിൽ ബഹുമാനിക്കണം? ബഹുമാനപ്പെട്ടവർ പറയാണ്, മതാദക്കറഹു, അവിടത്തെ കുറിച്ച് പറയുമ്പോൾ, ഔ ദുകിറ ഇൻദഹു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും മുമ്പ് പറയപ്പെട്ടാൽ ആ സമയത്ത് പറയുന്നവരും കേൾക്കുന്നവരും ഉണ്ടാകേണ്ട ശൈലി എങ്ങനെയാണ്, എത്രമാത്രം ബഹുമാനിക്കണം? ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അബൂ ഇബ്രാഹിം തുജീബി റഹിമഹുല്ലാഹനെ തൊട്ട് ഉദ്ധരിച്ച് പറയാണ്, ഖുദൂഉം ഖുശൂഉം വേണം, വലിയ താഴ്ചപ്പാടും വലിയ ഭയഭക്തിയോടുകൂടെ, വയതവഖറ വയസ്കുന മിൻ ഹറകതിഹി, വലിയ ബഹുമാനം, അതോടുകൂടി ചലനെല്ലാം അടുക്കി വെച്ചുകൊണ്ട് നല്ല ചലനമൊന്നുമില്ലാതെ വലിയ അതപോടുകൂടെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുഹദറത്തിലിരിക്കുമ്പോൾ ഒരു പക്ഷി തലയിലിരുന്നാൽ ആ പക്ഷി പറന്നു പോകൂല. അത്ര സുഖൂൻ, അത്ര സാക്കിനായി, അത്ര ബഹുമാനത്തോടുകൂടെയാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുഹദറത്തിൽ ഉണ്ടായിരുന്നത്. ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയാണ്, വയസ്കുന മിൻ ഹറകതിഹി, ഹറക്കത്തിനെ തൊട്ട് ചലനെ തൊട്ട് സാക്കിനായിക്കൊണ്ട്, വയഖുദ ഫീ ഹൈബതിഹി വഇജ്ലാലിഹി, അവിടുത്തെ ഹൈബത്ത്, അല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ ആ എല്ലാ നിലക്കുള്ള ആദരവ് സൂക്ഷിച്ചുകൊണ്ട്, എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ ഏത് വിധത്തിലുണ്ടാവും? ആ വിധത്തിലായിരിക്കണം സീറത്ത് മുസ്തഫ കേൾക്കുമ്പോഴും, സീറത്ത് മുസ്തഫ പറയുമ്പോഴും, സീറത്ത് മുസ്തഫ മുതാല ചെയ്യുമ്പോഴും, മൗലൂദ് ഷരീഫിന്റെ മജ്ലിസിൽ വരുമ്പോഴും, മൗലൂദ് ഷരീഫിന്റെ മജ്ലിസ് കേൾക്കുമ്പോഴും, മൗലൂദ് ഷരീഫിന്റെ ആ പുണ്യ മജ്ലിസിൽ ഇത്രമാത്രം അദബ് ബഹുമാനം വേണം. ഹദീസുകൾ കേൾക്കുമ്പോൾ ഈ ബഹുമാനം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അദബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഏത് രാജാവാണെങ്കിലും ഏത് ചക്രവർത്തിയാണെങ്കിലും ആ രാജാവിനെയും ചക്രവർത്തിനെ ബഹുമാനിക്കേണ്ട രൂപം അവർ സ്വന്തം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർ സ്വന്തമായി മന്ത്രി മുഖേനയോ മറ്റോ അനുയായികൾ മുഖേന പറയിപ്പിക്കുന്നു. എന്നാൽ മദീനയുടെ രാജാവ്, ലോകത്തിൻ്റെ രാജാവ്, സൃഷ്ടികളെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്
പറഞ്ഞത് അള്ളാഹുവാണ്, സൃഷ്ടാവായ റബ്ബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കാൻ പറഞ്ഞത്, ബഹുമാനിക്കാൻ പറഞ്ഞത് വതുഅസ്സിറുഹു വതുവഖിറുഹു, എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ആദരിക്കണം. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി ഇന്നല്ലദീന യഗ്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് അല്ലാഹുവാണ്. ലാ തർഫഉ അസ്വാതകും എന്നും ഇന്നല്ലദീന യഗ്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി എന്നും ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആയത്ത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്ത്, അതായത് സൂറത്തുൽ അഖ്ലാഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ന ഹുർമത്തുഹു മയ്യിതൻ കഹുർമത്തിഹി ഐ ഹയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അവിടുത്തെ പ്രത്യക്ഷമായ ഹയാത്തിന്റെ ശേഷവും അവരുടെ പ്രത്യക്ഷമായ ഹയാത്ത് കാലത്ത് ബഹുമാനിച്ചതുപോലെ ആദരിച്ചതുപോലെ ബഹുമാനിക്കണം എന്ന് ഖാദിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഷിഫയില് ബാബ് 3 വഅലം അന്ന ഹുർമത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങുന്ന ആ പുണ്യ ഇബാറത്തിൽ 2-ാം വാല്യം 41 രേഖപ്പെടുത്തുകയാണ്. ചില നുസ്ഖയിൽ 519 പേജിൽ ഖാദിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് രേഖപ്പെടുത്തുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളുടെ അദബും ബഹുമാനം അത് വളരെ കൂടുതൽ കാത്തു സൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തി എത്രമാത്രം ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ സീറത്ത് മുസ്തഫയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ആദ്യം അറബ് രാജ്യത്തെ സംബന്ധിച്ച് പറയാറുണ്ട്. അറബ് രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അറബ് ഏഷ്യയുടെ ജുനൂബ് മഗ്രിബ് ഇങ്ങനെ, അതായത് 3 ഭാഗത്തും കടല്, 4ാമത്തെ ഭാഗത്ത് ഫുറാത്ത് ജസീറൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ജസീറത്തുൽ അറബ്, അതിൻ്റെ ഷിമാൽ ഭാഗത്ത് ഷാമും ഇറാഖും, അതിൻ്റെ മഗ്രിബ് ഭാഗത്ത് ബഹർ അഹ്മർ ബുഹൈറത്തു ഖുൽസും, ജുനൂബ് ഭാഗത്ത് ബഹറുൽ ഹിന്ദും, അതുപോലെ മഷ്രിഖ് ഭാഗത്ത് ഖലീജ് ഒമാന്, ഖലീജ് ഫാരിസ് തുടങ്ങിയതും, അങ്ങനെ ഒരുപാട് അറബ് രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ട് ജോഗ്രാഫിയ ആ മാപ്പിൻ്റെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർ പറഞ്ഞതുപോലെ ഈ രാജ്യം 8 വിധത്തിൽ ഓരി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അറബ് രാജ്യം ഇഖ്ലീം ഹിജാസ്, ആ ഹിജാസിൽ അറിയപ്പെട്ട രാജ്യങ്ങളിൽപ്പെട്ടതാണ് മക്കത്തുൽ മുക്കറമ. അതിൻ്റെ മശ്രിക്കിൽ ജബൽ അബൂ ഖുബൈസും മഗ്രിബിൽ ജബൽ ഖുയഖിആന്റെ ഇടയിലാണ് ഈ മക്ക എന്ന് പറയുന്ന പവിത്ര ഭൂമി ഉള്ളത്. ജബൽ അബൂ ഖുബൈസിൻ്റെയും ജബൽ ഖുയഖിആന്റെയും ഇടയിലാണ് മക്കത്തുൽ മുക്കറമ ഉള്ളത്. മാത്രമല്ല ഈ രാജ്യം നൂഷർവാൻ എന്ന രാജാവിൻ്റെ അണ്ടറിലാകുമ്പോൾ 42ാമത്തെ വയസ്സിൽ, അതായത് നൂഷർവാൻ രാജാവിൻ്റെ അധികാരത്തിൻ്റെ 42ാമത്തെ വയസ്സിൽ ആമുൽ ഫീൽ റബീഉൽ അവ്വൽ 12-നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ ജനിച്ചത്. ബൈത്തുല്ലാ ഷരീഫ് കഅബ ആ പുണ്യ നാട്ടിലാണ്. ഹജ്ജിൻ്റെ മൻസക്കുകളിൽ അറിയപ്പെട്ടത് സഫാ മർവ തുടങ്ങിയ എല്ലാം ആ ബൈത്തുല്ലാഹി ഷരീഫിനോട് ചുറ്റുഭാഗത്തുമുള്ള അതെല്ലാം ആ മക്കത്തുൽ മുക്കറമയിൽ തന്നെയാണ്. ഏതായാലും 8 ഇഖ്ലീമുകൾ, 8 ഓഹരിയാണ് ആ അറബ് രാജ്യത്തിനുള്ളത്. 1ാമത്തത് ഇഖ്ലീം ഹിജാസ്, 2ാമത്തത് ഇഖ്ലീം യമൻ, 3ാമത്തത് ഇഖ്ലീം ഹദ്റമൗത്ത്, 4 ഇഖ്ലീം മഹ്റത്ത്, 5 ഇഖ്ലീം ഒമാൻ, 6 ഇഖ്ലീം അഹ്സാ, 7 ഇഖ്ലീം നജ്ദ്, 8 ഇഖ്ലീം അഹ്ഖാഫ്, ഇങ്ങനെ തുടങ്ങിയ ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ സ്വഹീഹുൽ ബുഖാരി കിതാബുൽ ഇസ്തിസ്ഖാ ബാബു മാ ഖീല ഫി സലാസിൽ വൽ ആയാത്ത് ഹദീസ് 1037 1-ാം വാല്യം 354-ാമത്തെ പേജിൽ ഇഖ്ലീം നജ്ദുമായി ബന്ധപ്പെട്ട അവിടെ യത്ലു ഖർനു ഷൈത്താൻ എന്നൊക്കെ ഉദ്ധരിച്ച ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ ഈ പറയപ്പെട്ട സ്ഥലത്ത്, അതായത് 1-ാം വാല്യം 354-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതോടുകൂടി അറബ് ചരിത്രത്തിലെ ഒരുപാട് വിഷയങ്ങൾ, അറബ് രാജ്യത്തിൻ്റെ ഒരു അവസ്ഥകളും എല്ലാം, ഒരു രാജാവ്
ഒരു ധീരനാണെങ്കിൽ രാജാവിനെ മാറ്റുന്നതും അങ്ങനെ ബൽഖീസ് രാജജ്ഞി അക്രമിയെ തൻ്റെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ ബൽഖീസിനെ രാജജ്ഞിയാക്കിയതും, അതായത് ഖുർആനിൽ പറയപ്പെട്ട ബൽഖീസ് രാജ്യത്തിലെ ചരിത്രം അങ്ങനെയാണ് ഉടലെടുക്കുന്നത് എന്ന് അൽ കാമിൽ ഫി താരീഖ് ദിക്റുമാ ജറാലുഹു മാ ബൽഖീസ് 1-ാം വാല്യം 178 രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒരുപാട് യമന്റെ തുബ്ബകൾ, അതിൽപ്പെട്ട ഒന്നാണ് തുബ്ബാൻ അസ്അദ് അബി കരീം എന്ന വ്യക്തിത്വം. മശ്രിഖിന്റെ ബിലാദുകളൊക്കെ ഫത്ഹ് ചെയ്ത് മദീന മുനവറയിലേക്ക് അക്രമത്തിന് വേണ്ടി വന്നു. പക്ഷേ അന്നുള്ള ആലിമീങ്ങൾ പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു. കാരണം ഇവിടെ ഒരു പ്രവാചകൻ വരാൻ പോകുന്നു. അങ്ങനെ നീണ്ട ചരിത്രം സീറത്ത് മുഅ്ജമുൽ ബുൽദാൻ യാഖൂത്ത് ഹമി സമർക്കന്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ സ്ഥലത്തും ഈ തുബ്ബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സീറത്ത് ഇബ്നു ഹിഷാമിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു ഒരുപാട് രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ. അതിൻ്റെ ശേഷം സീറകളിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിൻ്റെ ബർക്കത്തുകൾ. അല്ലാഹു തആല ആദ്യം പടച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം. ആ പ്രകാശത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തെ പടച്ചത്. മുസന്നഫ് അബ്ദുർ റസാഖ് ഹിജ്റ 211 വഫാത്തായ ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു മുസന്നഫിൽ പറയാൻ ജാബിർ റളിയല്ലാഹുവിന്റെ റിവായത്ത്. എന്നാൽ അൽ ജുസ്ഉൽ മഫ്ഖൂദ് മിനൽ ജുസ്ഇൽ അവൽ മിനൽ മുസന്നഫ് ലി അബ്ദുർ റസാഖ് എന്ന് പറഞ്ഞ ഗ്രന്ഥം കിതാബുൽ ഈമാൻ ബാബും ഫി തഖ്ലീഖി നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം 18-ാമത്തെ ഹദീസ് 63-ാമത്തെ പേജിലാണ് ഈ ഹദീസ് ഉള്ളത്. മുസന്നഫ് അബ്ദുർ റസാഖിലുള്ള ഹദീസ് ഒരുപാട് ഇമാമിയങ്ങൾ തൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിലവിൽ വ്യാപകമായി കാണുന്ന മുസന്നഫ് അബ്ദുർ റസാഖിൽ ഈ ഹദീസിനെ മഹദൂഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേ സ്ഥാനത്ത് അൽ ജുസ്ഉൽ മഫ്ഖൂദ് മിനൽ ജുസ്ഇൽ അവൽ മിനൽ മുസന്നഫ് ലി അബ്ദുർ റസാഖ് അതിൽ കാണാം. മാത്രമല്ല മുസന്നഫ് അബ്ദുർ റസാഖ് ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് മുഹദ്ദിസീങ്ങൾ അഹ്ലുസുന്നയുടെ അയിമത്തും മാത്രമല്ല ബിദ്അത്തുകാരടക്കം മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസ് യാ ജാബിറു ഇന്നല്ലാഹ ഖലഖ ഖബലൽ അഷ്യാഇ നൂറ നബിയിക് എന്ന് ആ പഠിപ്പിക്കപ്പെട്ട ഹദീസ്. മാത്രമല്ല മുസന്നഫിൽ ആ റസൂൽ ആ പ്രകാശം കൊണ്ട് അല്ലാഹു തആല എങ്ങനെല്ലാം ഓരിയാക്കി ഒരു 4 വരിയാക്കിയിട്ട് ആ ഒരു വരിയിൽ നിന്ന് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച നീണ്ട ഹദീസ് മുസന്നഫ് അബ്ദുർ റസാഖിൽ കാണാം. മഹാനായ ഇമാം തസ്ലാനി റഹിമഹുല്ലാ മവാഹിബുൽ ലദുനിയയിലും അതുപോലെ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അൻവാറുൽ മുഹമ്മദിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും മറ്റും രേഖപ്പെടുത്തിയതായൊക്കെ കാണാം. അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് മുബാറക് ആലമുൽ അർവാഹിൽ ഉണ്ടാകുമ്പോൾ തന്നെ റൂഹിനിക്ക് വസ്ഫുൻ നുബുവത്ത് കൊണ്ട് അനുഗ്രഹം പുണ്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആലമുൽ അർവാഹിൽ റൂഹ് മുബാറക്ക് തന്നെ നുബുവത്തിൻ്റെ വസ്ഫ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ദിവസം സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നുബുവത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആദമു ബൈന റൂഹി വൽ ജസദ്. ആദം നബി ഇസ്ലാം റൂഹിൻ്റെയും ജസദിൻ്റെ ഇടയിലാകുമ്പോൾ തന്നെ ഞാൻ നബിയായിട്ടുണ്ട് എന്ന വാക്ക് പറഞ്ഞു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹുകളോട് ചെയ്ത കരാർ ഇത് അഖദല്ലാഹു മീസാഖൻ നബിയിന, അതായത് സൂറത്തു ആലു ഇമ്രാൻ 81-ാമത്തെ ആയത്തിൽ അതിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾക്ക് രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ നൂറുകളെ സംബന്ധിച്ചും മാത്രമല്ല ഇമാം ബൂസുരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദത്തുൽ ബുർദത്തു ഷരീഫിൽ പറഞ്ഞതുപോലെ വകുല്ലു ആയിൻ അത്തർ റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമ തസലത്തു മിൻ നൂരിഹി ബിഹിമി ഫഇന്നഹു ശംസു ഫദ്ലിൻഹും കവാകിബുഹാ യുദ്ഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ദുലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ബുർദത്തു ഷരീഫ 52-ാമത്തെ ബൈത്ത്. മാത്രമല്ല അസീദത്തു ഷഹദ എന്ന് പറയുന്ന ബുർദത്തു ഷരീഫയുടെ ഹാഷിയ അല്ലാമ ഖർബൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി 98-ാമത്തെ പേജിൽ ഇത് വിശദമായി പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ശേഷം ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പ്രവാചകർ വരുന്നുണ്ട് എന്ന് അമ്പിയാക്കൾ അലൈഹിമു സ്വലാത്തു വസ്സലാം അവിടെ അനുയായികളോട് പറയുകയും അഥവാ ആ പ്രവാചകർ വന്നാൽ നിങ്ങൾ ഇത്തിബാ ചെയ്യണം എന്ന് താക്കീത് ചെയ്യുകയും ചെയ്തു.
മുമ്പുള്ള നബിമാർ മുഴുവനും അക്കാലത്തുള്ള സമുദായത്തിനോട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം തന്നെ പ്രവാചകരായി, ആദ്യം തന്നെ നബിയാണ്. കുന്തു നബിയൻ വാദം ബൈന റൂഹി വൽ ജസദ്. മാത്രമല്ല അഹദ് മീസാഖിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചാണ് അമ്പിയാക്കളോട് പറഞ്ഞത് ലതുഅ്മിനുന്ന ബിഹി വല തൻസുറുന്നഹു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്ത് പ്രത്യക്ഷമായിട്ടില്ലായിരുന്നെങ്കിൽ അമ്പിയാക്കളുടെ നുബുവത്തൊക്കെ ബാത്തിലാകുമായിരുന്നു. അവിടെ വിശാറത്തുകളെല്ലാം അവർ ശേഷം ഇങ്ങനെ ഒരു പ്രവാചകം വരുമെന്ന് പറഞ്ഞതെല്ലാം അത് പരിപൂർണം ഇല്ലാതാകുമായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, അവിടുത്തെ ഉജൂദ് മസ്ഊദ്, അവിടുന്ന് ഇവിടെ ഭൂമി ലോകത്തേക്ക് ദുനിയാവിൽ ജനിച്ച ആ പുണ്യ സമയം റബീഉൽ അവ്വൽ മാസമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം. അത് എല്ലാ അമ്പിയാക്കളുടെ നബുവത്തുകളെ തസ്ദീഖ് ചെയ്യാനും കൂടി ഉള്ളതാണ്. അതല്ലേ പരിശുദ്ധ ഖുർആൻ സൂറത്തു സാഫാത്ത് 37-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ബൽ ജാഅ ബിൽ ഹഖി വസദ്ദഖൽ മുർസലീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹക്ക് കൊണ്ടുവന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സർവ്വ മുർസലീങ്ങളെയും സർവ്വ പ്രവാചകന്മാരെയും തസ്ദീഖ് ചെയ്ത വ്യക്തിത്വം എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തു സാഫാത്ത് 37-ാമത്തെ പേജിൽ പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, അവിടുത്തെ അസ്ഹറായ നൂറ് അമ്പിയാക്കളുടെ അൻവാറിന്റെ മമ്പ ആണ്. അമ്പിയാക്കളുടെ പ്രകാശങ്ങൾ അതിൻ്റെ മമ്പ അത് ഉണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറുൽ അസ്ഹറിൽ നിന്നാണ്. അതുകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരമായി ബന്ധപ്പെട്ട വിഷയം ധാരാളം മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി. കഅബുൽ അഹ്ബാർ റളിയല്ലാഹുവിനെ തൊട്ട് കാണാം ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അൽ വഫാ ബി അഹ്വാലിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ വഫാഉൽ വഫാ ഫി ഫളാഇലിൽ മുസ്തഫ ജമാൽ ബിൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ വിശദമായി പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ടവർ കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വെളുത്ത മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിലെ മലക്കുകളെയും കൂട്ടിയിട്ട് ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യക്ഷമായ ഹയാത്തിന്റെ ശേഷം ഇപ്പോഴുള്ള ആ ജസദ് മുബാറക്കുള്ള സ്ഥലത്തിന്റെ മണ്ണെടുക്കുകയും അവിടുത്തെ മണ്ണ് കൊണ്ടിട്ട് അങ്ങനെ നീണ്ട ഒരു സംഭവം, അതായത് മണ്ണെടുക്കുകയും എന്നിട്ട് അത് തസ്നീമിന്റെ വെള്ളം കൊണ്ട് കുഴച്ചുകൊണ്ട് അങ്ങനെ ആ വെളുത്ത മുത്തുമായി ബന്ധപ്പെട്ട അത് ആ വിധത്തിലായി അങ്ങനെ വലിയ രശ്മികളൊക്കെ വെളിവായി അങ്ങനെ മലക്കുകൾ മുഖേന അർഷും കുർസെല്ലാം ചുറ്റിപ്പിച്ച് ആകാശഭൂമിയിലെല്ലാം ചുറ്റിപ്പിച്ച് അവസാനം മലക്കുകളെല്ലാം ആദം നബി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിന്റെ മുമ്പ് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയെന്ന് ആ നീണ്ട സംഭവം വഫാഉൽ വഫായിലും മറ്റും രേഖപ്പെടുത്തിയതായി കാണാം. ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളുടെ സീറത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ ധാരാളം മഹാന്മാർ പറയുമ്പോൾ ഇതെല്ലാം പ്രത്യേകിച്ചും എടുത്തു പറയാറുണ്ട്. മാത്രമല്ല തബൂക്ക് യുദ്ധത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വന്നപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പാടിയ ബൈത്തുകൾ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ഖസായിസുൽ കുബ്ര, അതായത് ഉൻമൂദജുൽ ലബീബ് ഫി ഖസായിസുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിന്റെ ബാബു ഇഖ്തിസാസുഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ത്വഹാറത്തി നസബിഹി 1-ാം വാല്യം 66-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണം കൊണ്ടാണ് അമ്പിയാക്കളൊക്കെ പ്രകാശിപ്പിച്ചത്. മാത്രമല്ല ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തൂഫാനിൽ നിന്ന് രക്ഷപ്പെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരണം കൊണ്ടിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിന്റെ ബറക്കത്താണ് എന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പാടിയ ആ ബൈത്ത് മുഖേന ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തത് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മഖ്ദൂമുൽ കബീർ സൈനുദ്ദീൻ ഫൊന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മൻഖൂസ് മൗലിദിന്റെ തുടക്കത്തിലെ ഹദീസിൽ ഫസ്തഗാസ ബിഹി നൂഹുൻ, അതുപോലെ
വനജാ ഇബ്രാഹിം എന്നൊക്കെ തുടങ്ങിയ ആ പരാമർശങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇമാമുൽ ആദം അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ താബിഇൽ കൂഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ ആ ഖസീദത്തുൻ നുഅ്മാനിയ മജ്മുഅത്തുൽ ഖസായിദിന്റെ 40ാമത്തെ പേജിലുള്ള ആ ഖസീദത്തുൻ നുഅ്മാനിയ, അതുപോലെ ഇതേ ബൈത്ത് പോലെ ഖസീദത്തുൻ നുഅ്മാനിയ തന്നെ അൽ മുസ്തത്റഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അൽ മുസ്തത്റഫ് ഫീ കുല്ലി ഫന്നി മുസ്തദറഫ് ബഹാഉദ്ദീൻ അബ്ശിഹി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ 42ാമത്തെ ബാബിൽ 1ാമത്തെ ഫസ്ല് മദ്ഹ് സനാഉമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ സ്ഥലത്ത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി എഴുതിയ ഖസീദത്തുൻ നുഅ്മാനിയ അതേപോലെ ബഹുമാനപ്പെട്ടവരും ഉദ്ധരിച്ചിട്ടുണ്ട്. ആ മഹത്തായ ബൈത്തിലൊക്കെ പറഞ്ഞത് കാണാം. അന്തല്ലദീ ലൗലാക മാ ഖുലിഖ അംറുഉൻ കല്ലാ വലാ ഖുലിഖൽ വറാ ലൗലാക അന്തല്ലദീ മിൻ നൂരിക ലിൽ ബദ്രി സനാ والشمس مشرقة بنور بهاك أنت الذي لما توصل آدم من زلة بك فاز وهو أباك وبك الخليل دعا فعادت ناره بردا وقد خمدت بنور سناك ودعاك أيوب لضر مسه فأزيل عنه الضر حين دعاك وبك المسيح أتى بشيرا مخبرا بصفات حسنك مادحا لأولاك كذلك موسى لم يزل متوسلا بك في القيامة مهتما بهماك والأنبياء وكل خلق في الورى والرسل والأملاك تحت لواك قصيدة النعمانية അൽ മുസ്തത്റഫു ഫീ കുല്ലി ഫന്നിൻ മുസ്തദ്റഫ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ 1ാം വാല്യം 391 മുതൽ 393 വരെ ഈ അബിയാത്തുകൾ കാണാം. ഖസീദത്തുൻ നുഅ്മാനിയുടെ ബൈത്തുകൾ കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഖസീദത്തുൻ നുഅ്മാനിയിൽ അതുപോലെ മുസ്തത്റഫിൽ ഉദ്ധരിച്ച അബൂ ഹനീഫ തങ്ങളുമായി ഖസീദയുമായി ബന്ധപ്പെട്ട ആ ഖസീദകളിലെല്ലാം ഉള്ളത് അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം പല നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഒരുപാട് ബർക്കത്തുകൾ അവിടുത്തെ പ്രകാശം കാരണം കൊണ്ട് അവർക്ക് കരസ്ഥമായിട്ടുണ്ട്. അവർക്ക് വലിയ തറക്കി സ്ഥാനം അത് മുഖേന ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ ഖസീദകളിലൊക്കെ പരാമർശിക്കുകയാണ്. അപ്പം അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അംബിയാക്കളുടെ അൻവാറിന്റെ മമ്പ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറുൽ അസ്ഹർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് മഖ്ദൂമുൽ കബീർ റഹ്മത്തുള്ളാഹി അലൈഹി മൻഖൂസ് മൗലൂദിന്റെ തുടക്കത്തിൽ ഹദീസിൽ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്തുൽ മുസ്തഫ ധാരാളം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും നമുക്ക് ഉസ്വത്തുൻ ഹസനയാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുടുംബവുമായി ബന്ധപ്പെട്ട നസബ് ഷരീഫുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിൽസിലത്തുൻ നസബ് സയ്യിദുനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസൈ ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ് ബിൻ ഫിഹ്ർ ബിൻ മാലിക് ബിൻ നദർ ബിൻ കിനാനത്ത് ബിൻ ഖുസൈമത്ത് ബിൻ മുദ്രികത്ത് ബിൻ ഇലിയാസ് ബിൻ മുദർ ബിൻ നിസാർ ബിൻ മഅദ് ബിൻ അദ്നാൻ എന്നവർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ശേഷം വന്നവർ മുഴുവനും എത്ര നബിമാർ വന്നു അതൊക്കെ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ സന്താനപ്പെട്ടവരാണ്. എന്നാൽ ബാക്കി നബിമാർ ഈസാ നബി അലൈഹി സ്വലാമിലുള്ള എല്ലാ നബിമാരും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനപരയിൽപ്പെട്ട ആളുകളാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഇടയിൽ വേറെ ആരും പ്രവാചകന്മാരില്ല, നബിമാരില്ല, മുർസലീങ്ങളില്ല. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ സ്വാലിഹീങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ത്വാഹിരീങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ സ്വാലിഹീങ്ങളെ ആ സ്വാലിഹീങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ആദം നബി ഇസ്ലാം മുഖേന വന്ന് ഇസ്മായിൽ നബി ഇസ്ലാം മുഖേന ഒരുപാട് സ്വാലിഹീങ്ങളിലായി അത് മുന്തഖിലായി നീങ്ങി അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തി. ആ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബ് കുടുംബത്തിൽപ്പെട്ടവരാണല്ലോ. എല്ലാ വിഷയത്തിലും വേർതിരിക്കപ്പെട്ട ബഹുമാനമുള്ള കുടുംബം നദർ എന്നവരുടെ ആ കുടുംബത്തിലെ നദർ ഫിഹ്ർ അവർക്കുള്ള സ്ഥാനപ്പേരാണ് ഖുറൈശ് എന്നത്. അവരുടെ മക്കൾക്കാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. അതിൻ്റെ മേലുള്ള ആളുകൾക്ക് കിനാനികൾ എന്നും പറയും. എന്നാൽ ഖുറൈശിന്റെ പേര് കിട്ടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു
ഈ കുടുംബമായി ഖുറൈശി കുടുംബമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനു ആദമിൻ്റെ ഏറ്റവും ഖൈറുള്ള തബ്ഖാത്തിലാണ് നയിക്കപ്പെട്ടത്. ഓരോ കർണിന് ശേഷം മറ്റു കർണുകൾ വന്നു. അങ്ങനെ അവസാനം ഏറ്റവും മഹത്വമുള്ളതിൽ ഞാനായി എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി കിതാബുൽ മനാഖിബ് ബാബു സിഫത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3557 ഹദീസ്, അതായത് 2-ാം വാല്യം 488 പറഞ്ഞത് കാണാം. മാത്രമല്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം, അവിടുത്തെ കുടുംബവുമായി ബന്ധം, ആ നസബുമായി ബന്ധപ്പെട്ട മഹത്വങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ചുരുക്കി പറഞ്ഞ ഖുറൈശിനിക്ക് പേര് വെക്കാൻ കാരണം ഒരുപാട് കാരണങ്ങളും മഹാന്മാർ തൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും എങ്ങനെ നോക്കിയാലും, ഖബീല നോക്കിയാലും, നസബ് നോക്കിയാലും, അങ്ങനെ ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബ്സെ ഔലാ വ ആല ഹമാരെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും ഏറ്റവും നല്ലവരായിരുന്നു, തുല്യതയില്ലാത്ത വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ദമീരി റഹ്മത്തുള്ളാഹി അലൈഹി ഹയാത്തുൽ ഹൈവാനിൽ കുബ്രയിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ സ്ഥലത്ത് 1-ാം വാല്യം 75-ാമത്തെ പേജിൽ പറയുന്നു, ലം യഖ്ലുഖിർ റഹ്മാനു മിസ്ല മുഹമ്മദി അബദൻ വഇൽമി അന്നഹു ലാ യഖ്ലുഖു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ റഹ്മാനായ റബ്ബ് ഇന്നുവരെ ഒരൊറ്റ സൃഷ്ടിയും സൃഷ്ടിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പാണ്, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലത്ത ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കുകയുമില്ല എന്ന് ഹയാത്തുൽ ഹൈവാനിൽ കുബ്രയിൽ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ദമീരി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നസബിൽപ്പെട്ട നദറിന്റെ ശേഷം ഫിഹിർ എന്നവർ അറബികളുടെ രാജാവായി, അറബികളുടെ നേതാവായി. എന്നിട്ട് അന്നുണ്ടായിരുന്ന ഹസ്സാൻ ഇബ്നു അബ്ദുക്കുലാൽ ഹിമ്യരി കഅബന്റെ കല്ലെടുത്തിട്ട് യമനിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നിട്ട് ഹജ്ജിന് വേണ്ടി കഅബ അവിടെ ഉണ്ടാക്കിയാലോ. പക്ഷേ ഹിമ്യർ പോലത്തെ ആളുകളുടെ യമന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയെങ്കിലും അതൊന്നും സാധിച്ചില്ല. കാരണം ഫഹല് കബീലക്കാർ എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വിഷയങ്ങൾ പറഞ്ഞു. പക്ഷേ ഹിമ്യർ തോറ്റുപോയി. ഹസ്സാനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 3 വർഷം കഴിഞ്ഞിട്ട് ദണ്ഡം കൊടുക്കപ്പെട്ട സംഭവങ്ങളൊക്കെ. അതിന് ശേഷം ഫിഹിർ എന്നവരുടെ ഹൈബത്തും അളമത്തും അറബികളുടെ മനസ്സിൽ വല്ലാതെ സ്ഥലം പിടിച്ചു. കാരണം ഫിഹിറിന്റെ ആ ധീരത, അവിടെ അറബി കബീലൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് സമരം ചെയ്തപ്പോൾ അവിടെ ഫിഹിർ എന്നവരുടെ ആ വല്ലാത്ത പവർ അറബികളുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായി. അങ്ങനെ ഫിഹിറിന്റെ ശേഷം ഖുസൈബിന് കിലാബ് ഖുസ എന്നാണ്. കാരണം അവർക്ക് പിന്നെ അധികാരം കിട്ടിയത്. കാരണം ഖുസ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 5-ാമത്തെ പിതാവാണ്. അവരുടെ യഥാർത്ഥ പേര് സയ്യിദ് ആയിരുന്നു. കിലാബിന്റെ ശേഷം കിലാബിന്റെ ഭാര്യ, അതായത് ഫാത്തിമ ബനു ഉദ്റയിൽപ്പെട്ട ഒരു വ്യക്തി റബീഅത്ത് ബിൻ ഹിസാം കല്യാണം കഴിച്ചു. അങ്ങനെ ഈ പറഞ്ഞ വ്യക്തി റബിഅ എന്ന ആള് ഫാത്തിമ എന്നവരെ ഷാമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഫാത്തിമ എന്നവർ സെയ്ദ് എന്ന ഈ മോനെയും കൂട്ടിക്കൊണ്ടുപോയി. അന്ന് സെയ്ദ് കുട്ടിയാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ വളരെ വിദൂരമായ സ്ഥലത്ത് പോയതുകൊണ്ടാണ് ഖുസ അഖ്സയുടെ തസ്ഖീർ ബഈദ്, വളരെ വിദൂരത്തുള്ള ആള് എന്ന് ആ പേര് സിദ്ധിക്കാൻ കാരണമെന്നും, അങ്ങനെ ഖുസൈ യുവാവായി പിന്നീട് മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയും ഹുസായി എന്നവരുടെ മകൾ ഹുബയെ വിവാഹം ചെയ്യുകയും, അങ്ങനെ ഹുലയിലാണ് അന്ന് കഅബയുടെ മുത്തവല്ലി ആയിരുന്നത്. ആ ഹുലയിലിന് ശേഷം അത് ഖുസൈയിലേക്ക് ലഭിച്ചു എന്നും, അങ്ങനെ ഹുസാഅനെ ബൈത്തുൽ മാലിൽ നിന്ന് പിന്നീട് അത് ഖുറൈശിയുടെ ആളുകളിലേക്ക് എത്തിയെന്നും, അതുകൊണ്ട് ഖുസ എന്നവർക്ക് മുജിത്തമ എന്നൊക്കെ പേരുണ്ട് എന്നും വിശദമായി അസീറത്തുൽ ഹൽബിയ ഇൻസാനുൽ ഉയൂൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, അസീറത്തുൽ ഹൽബിയ എന്ന പേരിൽ അറിയപ്പെട്ട, അതായത് ഇൻസാനുൽ ഉയൂൻ ഫി സീറത്തിൽ അമീനിൽ മഅ്മൂൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം അല്ലാമ നൂറുദ്ദീൻ അൽ ഹൽബി അഷ്ശാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 1044 ഉണ്ടായിരുന്ന ആ മഹാനവറുകൾ എഴുതിയ ഗ്രന്ഥത്തിൽ സീറത്തുൽ ഹൽബിയ ബാബു നസബിഹി ഷരീഫ് 1-ാം വാല്യം 14-15, അതുപോലെ
ഇബ്നു അസീർ തങ്ങളുടെ അൽ കാമിൽ ഫി താരീഖ് നസബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1-ാം വാല്യം 556 557 വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസബ് ഷരീഫുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബാ അജ്ദാദുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഓരോ സംഭവങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 4 പ്രാവശ്യം അവിടുത്തെ ശറഫാക്കപ്പെട്ട നെഞ്ച് കീറപ്പെട്ട സംഭവങ്ങൾ എല്ലാം മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തവല്ലുദ് ഷരീഫ് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലം ദ്വായിരുന്നപ്പോൾ മഴ ഉണ്ടായത്, ഷാമിലേക്ക് പോയ യാത്ര, ആദ്യത്തെ യാത്ര, അതുപോലെ ഹസ്ബ് ഫിജാറിൽ സംബന്ധിക്കുന്നതും ഹിൽഫുൽ ഫുദൂലിൽ സംബന്ധിച്ചതും, അതുപോലെ ഷാമിന്റെ 2ാമത്തെ യാത്ര, പിന്നീട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയോടുള്ള നിക്കാഹ്, അങ്ങനെ കഅബയുടെ തഅമീർ, ഇങ്ങനെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ സീറത്തിന്റെ ഗ്രന്ഥങ്ങളിൽ തുടക്കത്തിൽ പറഞ്ഞു കാണാം. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിഅ്സത്തു ശരീഫ മുതൽ അവിടുത്തെ ഹിജ്റത്തു ശരീഫ ഉള്ള അവസ്ഥകൾ, ദുനിയാവിന്റെ അവസ്ഥ ഉണ്ടായിരുന്നത്, വഹിയുടെ തുടക്കമുണ്ടാകുന്ന അവസ്ഥകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, പിന്നീട് അലൽ ഇലാന് പ്രബോധനം പരസ്യപ്പെടുത്തിയ തബ്ലീഗ് അലൽ ഇലാൻ നടത്തിയ സംഭവങ്ങളും, മാത്രമല്ല ഹിജ്റ നുബുവത്തിന്റെ 5ാമത്തെ വർഷം, നുബുവത്ത് പ്രഖ്യാപിച്ചതിന്റെ 5ാം വർഷം, 6ാം വർഷം, 7ാം വർഷം, 10ാം വർഷം, അങ്ങനെ 11ാം വർഷം മുതൽ 13ാം വർഷം വരെയുള്ള അന്ന് നടന്ന സംഭവങ്ങൾ മുഴുവനും സീറത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഹിജ്റത്തു ഷരീഫ മുതൽ അവിടുത്തെ പ്രത്യക്ഷമായ ഹയാത്ത് അവസാനിക്കുന്നത് വരെ നടന്ന ഓരോ സംഭവങ്ങൾ, നദുവയിൽ വെച്ച് നടന്ന സംഭവങ്ങൾ, അതുപോലെ ഹിജ്റയുടെ ഖിസ്സകൾ, അതുപോലെ ഖുബാ മസ്ജിദ് ഉണ്ടാക്കുമ്പോൾ, അതുപോലെ മദീനയിൽ റഹ്മത്ത് ഇറങ്ങിയത്, അതുപോലെ മസ്ജിദുൻ നബവി ഉണ്ടാക്കാനുള്ള അസ്ഹാബ് സുഫുമായി ബന്ധപ്പെട്ട, അങ്ങനെ അസ്വാജുൽ മുത്തഹറാത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ ഹുജ്റകൾ ഉണ്ടാക്കുക, അങ്ങനെ ഓരോ വിഷയങ്ങളും പ്രധാനമായി ഓരോ ഹിജ്റയുടെ ഓരോ വർഷങ്ങളിലും മറ്റും നടന്ന ഒരുപാട് സംഭവങ്ങൾ. അങ്ങനെ ഹിജ്റയുടെ 2ാമത്തെ വർഷത്തിൽ ഖിബ്ല തഹ്വീലാക്കപ്പെട്ടതും, അതുപോലെ ഗസ്വാത്തുകൾ, ബദ്റുൽ കുബ്ര നടന്നതും, ബനി ഖൈഖുആന്റെ ഗസ്വ നടന്നതും, അങ്ങനെയുള്ള സബീഖ് ഗസ്വത്ത് നടന്നതും, അങ്ങനെ ഹിജ്റയുടെ 3ാമത്തെ വർഷം ഉഹുദ് നടന്നതും, ഹിജ്റയുടെ 4ാമത്തെ വർഷം ബനി നളീർ ഗസ്വത്ത് നടന്നതും, ഹിജ്റയുടെ 5ാമത്തെ വർഷം ബനു ഖുറൈള ഗസ്വത്തും, അങ്ങനെ തുടങ്ങിയ ഒരുപാട്, ഹിജ്റയുടെ 6ാമത്തെ വർഷം ബൈഅത്തുർ റിദ്വാൻ, അതുപോലെ സുൽഹ് ഹുദൈബിയ, അങ്ങനെ ഓരോ വിഷയങ്ങളും രാജാക്കന്മാരിലേക്ക് ദഅവത്തുൽ ഇസ്ലാം നടത്താൻ വേണ്ടി ഹിജ്റയുടെ 7ാമത്തെ വർഷം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പരാമർശങ്ങൾ. അതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുലിയത്തുൽ മുബാറക, അവിടുത്തെ ശറഫാക്കപ്പെട്ട കണ്ണുകളെ സംബന്ധിച്ച്, അവിടുത്തെ ശറഫാക്കപ്പെട്ട നെറ്റിയെ സംബന്ധിച്ച്, അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകളെ സംബന്ധിച്ച്, അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട ശബ്ദം, അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമനീർ, അവിടുത്തെ ശറഫാക്കപ്പെട്ട തല, അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൾ, നെഞ്ച് മുബാറക്ക്, അവിടുത്തെ ശറഫാക്കപ്പെട്ട പള്ളയുമായി ബന്ധപ്പെട്ട, അവിടുത്തെ ശറഫാക്കപ്പെട്ട കാലുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും വിശദമായി സീറത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറയും. മാത്രമല്ല, ഷഅ്റു മുബാറക്കുമായി ബന്ധപ്പെട്ട അവിടുത്തെ ലിബാസ് ശരീഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുസിന്ദാ ഹെ വല്ലാഹ് മേരെ ചശ്മെ ആലം സെ ചുപ്പ് ജാനെ വാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഹയാത്തുള്ളവരാണ് എന്ന ആ പരാമർശവും ഹബീബിന്റെ മേൽ സ്വലവാത്ത് തസ്ലീമാത്ത് അധികരിപ്പിക്കുന്ന സംബന്ധിച്ചും, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, അവിടുത്തെ സബ്ർ, അവിടുത്തെ ഹിൽമ്, അവിടുത്തെ അഫ്വ്, അതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജലാലും ജമാലും അത് പഠിക്കുമ്പോഴാണ് അൽ ഹബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ എന്ന ആ പ്രത്യേകമായ ആ വിശേഷണം മുഅ്മിനീങ്ങളുടെ മനസ്സിൽ കയറുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാലും ജലാലും, അതോടുകൂടെ ഷഫഖത്തും റഹ്മത്തും, ഉമ്മത്തിനോട് അവിടെ നിന്നുണ്ടായിരുന്ന ഷഫഖത്തും റഹ്മത്തും, അതുപോലെ സത്യനിഷേധികളുടെ മേലും കാണിച്ച റഹ്മത്ത്, സ്ത്രീകളുടെ മേൽ ഷഫഖത്ത്, അവിടുന്ന് കാരുണ്യം ചെയ്തത്, അതുപോലെ മുആശറത്ത് നന്നാക്കാൻ താക്കീത് നൽകിയത്, വാശിറുന ബിൽ മഅറൂഫ്, അതുപോലുള്ള ഹുസ്നുൽ മുആശറത്ത്, എല്ലാ വിഷയത്തിലും എല്ലാ ജനങ്ങളോടെല്ലാം അത് പ്രത്യേകമായി താക്കീത് നൽകിയത്, അതുപോലെ സ്ത്രീകളുടെ ഹുക്കൂകൾ കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം നസീഹത്ത് ചെയ്തത്, അവിടുന്ന് പഠിപ്പിച്ചത്, യതീമീങ്ങളോടും മിസ്കീന്മാരോടും അതുപോലെ വിധവകളോടും കാരുണ്യം കാണിച്ച സംഭവങ്ങൾ, കുട്ടികളോട് കാരുണ്യം കാണിച്ചത്, അടിമകളോട് അവിടുന്ന് കാണിച്ച കാരുണ്യം, അതുപോലെ നാക്കാരികളോടും പക്ഷികളോടും ഹശറാത്തുൽ അർളിനോടും അതുപോലെ സസ്യങ്ങളോടും മരങ്ങളോടും കാണിച്ച ഓരോ കാരുണ്യങ്ങളും, അതുപോലെ അവിടുത്തെ തവാദു, അവിടുത്തെ ഹുസ്നുൽ മുആശറത്ത്, അവിടുത്തെ സഹാബത്ത്, ജൂദ്, കറം, ഈസാറ്, അതുപോലെ അവിടുത്തെ ശുജാഅത്ത്,
ഖുവ്വത്ത്, അസ്മ്, ഇസ്തിഖ്ലാൽ, അവിടുത്തെ സുഹുദ്, അവിടുത്തെ അല്ലാഹുവിനോടുള്ള പേടി, അവിടത്തേക്കുണ്ടായിരുന്ന ഖൗഫുല്ലാഹി, അവിടെ ഭാഗത്തിലുണ്ടായിരുന്ന ഇബാദത്ത്, അവിടത്തിലുള്ള അദ്ൽ, ഇൻസാഫ്, സിദ്ഖ്, ഹുസ്നുൽ അഹദി വൽ വഫാ, ഇഫത്ത്, ഹയാ, അവിടുത്തെ തഖ്സീമുൽ ഔഖാത്ത്, സമയങ്ങൾ വീതിപ്പിച്ചു വെക്കുന്നത് എല്ലാം വിശദമായി മഹാന്മാർ സീറത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറയും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ, പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, ആ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയം, അതിന്റെ ഫസാഹത്ത് ബലാഗത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഖുർആന്റെ ശൈലി, ഖുർആനിലുള്ള ഗൈബിയായ അഖ്ബാറുൽ ഗൈബിയ, മാത്രമല്ല പരിശുദ്ധ ഖുർആൻ മുഅ്ജിസത്താണ് എന്നതിന്റെ ഓരോ ഉജൂഹുകളും, പരിശുദ്ധ ഖുർആന്റെ ഇൽമുകൾ, പരിശുദ്ധ ഖുർആനിലെ ഫസാഹത്ത് ബലാഗത്തിന്റെ മിസാലുകൾ, മാത്രമല്ല മുഅ്ജിസയാത്തുകൾ, ഇസ്രാ മിറാജുമായി ബന്ധപ്പെട്ട, ഷഖുൽ ഖമറുമായി ബന്ധപ്പെട്ട, റദ്ദുശംസ്, സൂര്യനെ മടക്കപ്പെട്ട സംഭവം, ചന്ദ്രനെ പിളർപ്പായ സംഭവം, അതോടുകൂടെ മരണപ്പെട്ടു പോയ ആളുകളെ ജീവിപ്പിക്കുന്ന സംഭവം, തടികൾ ഇൻഖിലാബായത്, കുട്ടികളുടെ സാക്ഷിത്വം, അതുപോലെ രോഗികൾക്ക് ശിഫ നൽകുന്നത്, കുറഞ്ഞ ഭക്ഷണം അധികമാകുക, ദുആക്ക് ഉത്തരം കിട്ടുക, നജ്റാന്റെ നസ്രാനികളോട് മുബാഹലത്ത് നടത്തിയ സംഭവം, വെർലികളിൽ നിന്ന് വെള്ളത്തുള്ളികൾ, ആ അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശേഷം വരുന്ന ഗൈബിയായ വിഷയങ്ങൾ പറഞ്ഞു തന്നത്. മഹദിമാം വരും എന്ന് പഠിപ്പിച്ചു, ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പുണ്യവരവിനെ സംബന്ധിച്ച് പറഞ്ഞു, യഅ്ജൂജ് മഅ്ജൂജുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. അങ്ങനെ ഒരു ദുഹാന് വരുമെന്നും, മാത്രമല്ല സൂര്യൻ മഗ്രിബിൽ നിന്ന് പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുമെന്നും, ദാബത്തുൽ അർളുമായി ബന്ധപ്പെട്ട കഅബത്തുൽ മുക്കറമയെ പൊളിക്കപ്പെടുമെന്നും, അങ്ങനെ വലിയൊരു തീ വരുമെന്നും, സൂറിനെ ഊതിനെ സംബന്ധിച്ച് ഹിജാസിൽ തീ വരുമെന്ന് സംബന്ധിച്ചും, താത്താരികളുടെയും ഫിത്നകളും അതിൽ ബഗ്ദാദിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും, കഅബ ഷരീഫിന്റെ മായി ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫളീലത്തുകളും അവിടുത്തെ പ്രത്യേകതകളും, അങ്ങനെ ഉമ്മഹാത്തുൽ മുഅ്മിനീനുമായി ബന്ധപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുഖൂഖുമായി ബന്ധപ്പെട്ട, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്തിഗാസയും തവസ്സുലും, വിലാദത്ത് ഷരീഫിന്റെ മുമ്പ് തവസ്സുൽ ചെയ്തത് ഖാദി ഇയാദ് റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട തഖീദുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ്, അവിടുത്തെ ശിഫാഉ സഖാം ഫി സിയാറത്ത് ഖൈറുൽ അനാമിലൊക്കെ ഒരുപാട് തെളിവുകൾ പറഞ്ഞതുപോലെ സീറത്ത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ മുമ്പ് ചെയ്ത തവസ്സുൽ വകാനു മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരിങ്ങൾ പറഞ്ഞതുപോലെ, അതുപോലെ അവിടുത്തെ പ്രത്യക്ഷമായ ഹയാത്തു ഷരീഫയിലുള്ള തവസ്സുൽ, അവിടുത്തെ പ്രത്യക്ഷമായ ഹയാത്തിന്റെ ശേഷമുള്ള ജീവിതത്തിൽ നടത്തിയ തവസ്സുൽ, അതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട തവസ്സുൽ, മാത്രമല്ല ഖിയാമത്തിന്റെ അവസ്ഥകൾ, അവിടെ ഷഫാഅത്തും തവസ്സുലും, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോൾ, അവിടുത്തെ സീറത്തുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോൾ, അവിടുത്തെ മിലാദ് മുസ്തഫ, മിഅ്റാജ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കിയ മുഅ്മിനീങ്ങളാകും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തും അവിടുത്തെ ബഹുമാനം നമ്മുടെ മനസ്സിൽ കയറി കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വജുനൂദിഹി വസാഇരിൽ ആശിഖീൻ വസാഇരിൽ മാദിഹീൻ വഅസ്ലാഫിഹിം വഅഖലാഫിഹിം വജമീഇൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന് വരെ ഹഖിന്റെ അഹ്ലുകാർ ആരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സീറത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. മൗലിദ്, മീലാദ്, അവിടുത്തെ മുഅ്ജിസാത്തുമായി ബന്ധപ്പെട്ട, അവിടുത്തെ അഖ്ലാഖുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മഹത്തുക്കൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടുത്തെ അഹാദീസ് കരീമ, അവിടുത്തെ അഖ്ലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടുത്തെ ഹദീസുകളൊക്കെ റിവായത്ത് ചെയ്യുകയും തസ്നീഫ് നടത്തുകയും ചെയ്ത സർവ്വ മഹത്തുക്കളുടെ ദർജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നൽകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദും ഹിമായത്തും ഷഫാഅത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ഇഖ്വാനിഹി മിനൽ അംബിയാഇ വൽ മുർസലീൻ വമലായികത്തിൽ മുഖറബീൻ വഇബാദിക സ്വാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.